കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് ജിം സന്തോഷ് വധക്കേസിൽ പിടിയിലായ മുഖ്യസൂത്രധാരൻ പങ്കജിന്റെ മൊഴി നിർണായകം. പ്രധാനപ്രതി അലുവ അതുൽ എവിടെയാണെന്ന് പങ്കജിന് അറിയാമെന്നാണ് സൂചന. പങ്കജിനെ കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി. സുജിത്, എവിടെയാണ് ഈ അലുവ അതുൽ ഉള്ളത് എന്നൊക്കെയുള്ളത് ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ചൊരു കുഴയ്ക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഈ പങ്കജിന് അറിയാം എന്നുള്ളതാണോ? അനുജ, ഈ അധോലോക സംഘങ്ങളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയ നിർണായകമായ വിവരങ്ങളാണ്. അതായത് അത്തരത്തിലുള്ള ഒരു കൊട്ടേഷൻ സംഘമായി കരുനാഗപ്പള്ളിയിലെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ മാറി എന്നാണ് ഈ പങ്കജിനെ ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കുടിപ്പക, കൃത്യമായി ഗുണ്ടാപ്പക എത്രത്തോളമായിരുന്നു, അതിന്റെ എത്രത്തോളം ആഴമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു സന്തോഷിന്റെ കൊലപാതകത്തിലൂടെ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പങ്കജ് തന്നെയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന കാര്യം പോലീസിന് വ്യക്തമായിരിക്കുന്നു. അത് ചോദ്യം ചെയ്യലും കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ജിം സന്തോഷിനോട് നേരത്തെ തന്നെ പങ്കജിന് വലിയ വൈരാഗ്യമുണ്ടായിരുന്നു. ആ വൈരാഗ്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ പകപോക്കൽ തന്നെയായിരുന്നു ഈ കൊലപാതകത്തിൽ വന്ന് കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലുവ അതുലിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതുൽ എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പങ്കജിന് അറിയാമെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും പോലീസ് മനസ്സിലാക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ഈ പങ്കജിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ASPയുടെ നേതൃത്വത്തിൽ അടക്കം പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തിരുന്നു. അതിലൂടെയാണ് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പലതും പുറത്തു വന്നിട്ടുള്ളത്. ഇനി 2 പ്രതികൾ മാത്രമാണ് ഈ കേസിൽ പിടിയിലാവാനുള്ളത്. ഒന്ന് പ്രധാന പ്രതിയായിട്ടുള്ള അലുവ അതുൽ, ഒപ്പം തന്നെ സാമുവൽ എന്ന മറ്റൊരു പ്രതി. ഈ കേസുമായി ബന്ധപ്പെട്ട് 9 പേരാണ് പ്രതികളായുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. അതിലെ 7 പേരും പിടിയിലായിട്ടുണ്ട്. ഈ മുഖ്യ സൂത്രധാരൻ പങ്കജ് തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3:15 കൂടിയാണ് കല്ലമ്പലത്ത് നിന്നും പങ്കജിനെ പിടികൂടിയത്. അതിനുശേഷമാണ് കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് ഈ പോലീസ് എത്തിച്ചത്. അതിനുശേഷമാണ് ഇത്രയും വിശദമായി ചോദ്യം ചെയ്തത്. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികളുടെ വീട്ടിൽ നിന്നും ആയുധങ്ങൾ, നിരവധി ആയുധങ്ങൾ, ഗൺ ഉൾപ്പെടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അധോലോക സംഘത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഗുണ്ടാ സംഘമായി കരുനാഗപ്പള്ളിയിലെ ഗുണ്ടകൾ മാറി എന്ന് പോലീസിന് മനസ്സിലായത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരുമെന്നാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാന പ്രതി എവിടെ എന്നുള്ളതാണല്ലോ. അതിലേക്ക് പോലീസ് വളരെ വേഗം എത്തിച്ചേരുമെന്നാണോ നമ്മൾ കരുതേണ്ടത്, പ്രത്യേകിച്ച് മുഖ്യ സൂത്രധാരൻ പിടിയിലായ സാഹചര്യത്തിൽ? തീർച്ചയായും അനുജ, അതായത് ഈ അലുവ അതുൽ ഇവിടെ നിന്നും മുങ്ങിയ ശേഷം, അതായത് പോലീസ് കയ്യെത്തും അകലത്തിൽ, പോലീസിന്റെ കൈ അകലത്തിൽ നിന്നും തെന്നിമാറിയ അതുലിനെ പിന്നീട് കണ്ടത് ആലുവയിൽ വെച്ചാണ്. ആലുവയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇയാൾ കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സമയത്ത് ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പോലീസ് കൃത്യമായി പരിശോധന, ജില്ലാ അതിർത്തികളിലും സംസ്ഥാന അതിർത്തിയിലും അടക്കം പരിശോധന നടത്തിയിരുന്നു. എങ്കിലും ഇയാൾ കേരളം വിട്ടു പോയിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് പങ്കജിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരുടെ വലിയ കൊട്ടേഷൻ സംഘങ്ങളുമായും ക്രിമിനൽ സംഘങ്ങളുമായും ഇവർക്കുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അലുവ അതുലിന് സംരക്ഷണം നൽകുന്നത് വൻ ഗുണ്ടാ നേതാക്കളാണെന്ന തരത്തിലുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് പോലീസ് തേടുന്നത്. അതുകൊണ്ട് വലിയ ഗുണ്ടാ നേതാക്കന്മാർക്ക്, അതുപോലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുമായും ബന്ധമുണ്ട്. അങ്ങനെ അവരുടെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹായം തേടിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. അനുജ, ശരി. ജിം സന്തോഷിന്റെ വധക്കേസിലാണ് മുഖ്യ സൂത്രധാരൻ പങ്കജ് പിടിയിലായത്. അയാളുടെ മൊഴി വളരെ നിർണായകമാണ്. പ്രധാന പ്രതി അലുവ അതുൽ എവിടെയാണ് എന്നത് ഇയാൾക്കറിയാമെന്നുള്ളതാണ്. അത്തരത്തിലേക്ക് പ്രധാന പ്രതിയിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ ഉടൻ കഴിയും എന്ന സൂചനയാണ് സുജിത് സുരേന്ദ്രൻ നൽകുന്നത്.